ഹലോ കുട്ടികളെ, എല്ലാവർക്കും ഈസി ടു സ്റ്റഡിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സിക്സ്ത്തിന്റെ ബേസിക് സയൻസിന്റെ കുറച്ച് ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് അതെന്തുവാന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിന്റെ പേര് കാസ്കറ്റ്സ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവന്റെ ചെപ്പുകൾ എന്നാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് മൈക്രോസ്കോപ്പ്, അതുപോലെ പ്ലാന്റ് സെല്ല്, ആനിമൽ സെല്ല്, യൂണിസെല്ലുലാർ ഓർഗാനിസം, മൾട്ടി സെല്ലുലാർ ഓർഗാനിസം, അങ്ങനെ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അതെന്തുവാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ തന്നേക്കുന്നത് എന്തുവാ, കുറേ മൃഗങ്ങളുടെയും ഒക്കെ പേരാണ്. എന്തിന്റെയൊക്കെയാ? ഗോട്ട്, എലിഫന്റ്, ക്യാമല് ആൻഡ് ഹോഴ്സ്. ഇതിനെ എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? ഏറ്റവും ചെറുതിൽ നിന്ന് വലുതിലേക്ക് നമ്മൾ അറേഞ്ച് ചെയ്യണം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും ചെറുത് ഏതാണ്. ഏറ്റവും ചെറുത് ആൻഡ് അല്ലെങ്കിൽ ഉറുമ്പാണ്. ഉറുമ്പ് കഴിഞ്ഞാൽ ആ കൂട്ടത്തിൽ വലുതായിട്ട് വരുന്ന ഏതായിരിക്കും? ഗോട്ട്, ആട്. അപ്പൊ ആദ്യമേ ഉറുമ്പ്, രണ്ടാമത് ആട്, ഗോട്ട്. അത് കഴിയുമ്പോ എന്ത് വരും? അടുത്തത് ഹോഴ്സ് ആയിരിക്കും, ക്യാമൽ ആയിരിക്കും വലുത്. ഹോഴ്സ് എന്ന് പറയുമ്പം കുതിരയും, ക്യാമൽ എന്ന് പറയുമ്പോൾ ഒട്ടകവുമാണ്. അപ്പം കുതിരയെക്കാളും വലുതല്ലേ ഒട്ടകം. അപ്പം മൂന്നാമത് എന്ത് വരും? കുതിര വരും. നാലാമത് ക്യാമൽ വരും, അതായത് ഒട്ടകം. നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ കരയിലെ തന്നെ ഏറ്റവും വലിയ ജീവി ഏതാണ്? എലിഫന്റ് അല്ലെങ്കിൽ ആനയാണ്. അപ്പം ആ തന്നിരിക്കുന്നതിൽ ഏറ്റവും വലുത് ഏതാണ്? ആനയാണ്. അപ്പൊ ആദ്യമേ ഉറുമ്പ്, പിന്നെ ആട്, പിന്നെ കുതിര, അത് കഴിഞ്ഞ് ഒട്ടകം, അത് കഴിഞ്ഞിട്ട് ആന. ഈ ഒരു ഓർഡറിൽ വേണം അത് നമുക്ക് എഴുതാനായിട്ട്. അടുത്ത് നമുക്ക് എന്താ തന്നിരിക്കുന്നത്? നമ്മുടെ ആ ആൻഡെന്ന് കൊടുത്തേക്കുന്നതിന് താഴെ 2-3 ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടു. ഉറുമ്പെന്ന് കൊടുത്തേക്കുന്നതിന് താഴെയായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ ജീവി ഒരുപക്ഷെ ഉറുമ്പായിരിക്കും. പക്ഷെ ആ താഴോട്ട് 2-3 ക്വസ്റ്റ്യൻ മാർക്ക് തരണമെങ്കിൽ എന്തുമായിരിക്കും അതിന് കാരണം? ഉറുമ്പിനേക്കാളും ചെറിയ ചില ജീവികൾ എവിടെയുണ്ട്? നമ്മുടെ ഈ പ്രപഞ്ചത്തിലുണ്ട്. പക്ഷെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ജീവികളെ കാണാനായിട്ട് നമ്മളൊരു സാധനം യൂസ് ചെയ്യും. അതിന്റെ പേരാണ് എന്ത്? മൈക്രോസ്കോപ്പ്. അപ്പൊ നമുക്ക് മൈക്രോസ്കോപ്പ് എന്തുവാന്ന് നോക്കാം. പുസ്തകത്തിൽ എന്തുവാണ് അതിനെപ്പറ്റി തന്നിരിക്കുന്നുള്ളത്. മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് കനോട്ട് ബി സീൻ ബൈ ദ നേക്കഡ് ഐ ക്യാൻ ബി ഒബ്സർവ്ഡ് ത്രൂ ദ മൈക്രോസ്കോപ്പ്. അതായത് നമ്മുടെ നേത്രങ്ങൾ അല്ലെങ്കിൽ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത സാധനങ്ങളെ നിരീക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? മൈക്രോസ്കോപ്പ്. അതായത് നമ്മുടെ കണ്ണുകളോട് നമുക്ക് ഡയറക്റ്റ് കാണാൻ പറ്റാത്ത ഒരുപാട് സാധനങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്, ഒരുപാട് സൂക്ഷ്മ ജീവികൾ ഈ ലോകത്തുണ്ട്. അപ്പൊ അതിനെ കാണാൻ വേണ്ടിയിട്ടും അതുപോലെ വേറെ ഒരുപാട് കാര്യങ്ങള് കാണാനായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട് വരുന്ന വഴിക്ക്. അപ്പൊ നമുക്ക് ഒന്നും കൂടെ വിശദമായിട്ട് അത് പറഞ്ഞു തരാം. അപ്പം നമ്മുടെ ഡയറക്റ്റ് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങള് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്ത്? മൈക്രോസ്കോപ്പ്. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത സാധനങ്ങളെ ഒബ്സർവ് ചെയ്യാനാണ് മൈക്രോസ്കോപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞായിരുന്നു. അപ്പൊ മൈക്രോസ്കോപ്പ് വെച്ച് ഒരു എക്സ്പെരിമെന്റ്, അതായത് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്ത് ഒരു വസ്തു ഒബ്സർവ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ അതിന് എന്തെല്ലാം മെറ്റീരിയൽസ് ആണ് വേണ്ടത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട് നോക്കിയേ. മെറ്റീരിയൽസ് റിക്വയർഡ്: മൈക്രോസ്കോപ്പ്, സ്ലൈഡ്, കവർ ഗ്ലാസ്, ഹെയ്സോക്ഡ് വാട്ടർ. ഹെയ്സോക്ഡ് വാട്ടർ എന്ന് പറയുമ്പോൾ ഈ വൈക്കോൽ ഉണ്ടല്ലോ നമ്മൾ പശുവിനൊക്കെ കഴിക്കാൻ കൊടുക്കുന്നത്, ആ വൈക്കോല് ഇട്ട് വെച്ച വെള്ളമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇനി ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. Take a drop of hair-soaked water on a slide, place the cover glass and then observe it through the microscope. അതായത് നമ്മൾ ഈ തയ്യാറാക്കി വെച്ച ആ വെള്ളം ഉണ്ടല്ലോ, അതായത് വൈക്കോലിട്ട വെള്ളം, അതിനകത്തുനിന്ന് ഒരു തുള്ളി വെള്ളം നമ്മൾ ആദ്യമേ എടുക്കണം. എന്നിട്ട് ആ ചെറിയ തുള്ളി ഒരു സ്ലൈഡിനകത്ത് നമ്മൾ ഇറ്റിച്ചു വെക്കണം, അതായത് ഒഴിച്ചു വെക്കണം. എന്നിട്ട് കവർ ഗ്ലാസ് വെച്ച് നമ്മളത് ഒബ്സർവ് ചെയ്യണം. നമ്മുടെ സ്കൂളിലെ ലാബിൽ കൊണ്ടുപോയി നിങ്ങളെ ഇത് ചെയ്യിപ്പിക്കുമായിരിക്കും ടീച്ചർമാരൊക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു ഹെയ്സോക്ഡ് വാട്ടർ അല്ലെങ്കിൽ വൈക്കോല് വെള്ളത്തിൽ മുക്കിയിട്ടുള്ള ആ വെള്ളമാണ് നമ്മൾ എക്സ്പെരിമെന്റിന് യൂസ് ചെയ്യുന്നത്. അപ്പം വെള്ളം എവിടെ നിന്നൊക്കെ ആ എക്സ്പെരിമെന്റിന് യൂസ് ചെയ്യാവുന്നതാണ് ആ ഒരു ബോക്സിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഒന്നെന്ന് പറയുമ്പം നമ്മൾ കൊയ്ത്ത് കഴിയുമ്പം പാടത്ത് വൈക്കോലൊക്കെ കിടക്കും. അപ്പൊ അതിൽ വെള്ളം വീണ് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആ വെള്ളം ഒരുമാതിരി ചീഞ്ഞ രീതിയിലാവും, അതായത് അഴുകിയ വെള്ളമാകും. അപ്പൊ ആ വെള്ളം നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ വറ്റി തുടങ്ങിയ തോട്, കുളം തുടങ്ങിയ അവശേഷിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അതെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ച് വൈക്കോൽ എടുത്തിട്ട് നമ്മൾ ചെറു കഷ്ണങ്ങളാക്കിയിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിക്കണം. എന്നിട്ട് ജലം ഊറ്റിയെടുത്ത് തണുപ്പിക്കണം. അത് കഴിയുമ്പോഴത്തേക്ക് ആ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു സ്പൂൺ മലിനജലം ശേഖരിച്ച് ഇതിൽ ചേർത്തിട്ട് 3 ദിവസത്തിന് ശേഷമാണ് നിരീക്ഷിക്കാവുന്നത്. അപ്പം ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എക്സ്പെരിമെന്റിന് ആവശ്യമായിട്ടുള്ള ജലം അല്ലെങ്കിൽ വാട്ടർ കളക്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് കുറേ സൂക്ഷ്മ ജീവികൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ജീവികളെ കാണാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ കാണുന്ന ജീവികൾ ഏതൊക്കെയാണ് എന്നതിന്റെ ഫോട്ടോയാണ് നമ്മുടെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് ആ വൈക്കോൽ ഇട്ട വെള്ളത്തിനകത്ത് ഒരുപാട് ചെറിയ സൂക്ഷ്മ ജീവികൾ കാണും. ആ ജീവികളുടെ പേരും ഫോട്ടോയുമാണ് നമ്മുടെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്നത്.
ആദ്യം കൊടുത്തിരിക്കുന്ന ജീവി ഏതാ? അമീബ, രണ്ടാമത് പാരമീസിയം, മൂന്നാമത് യുഗ്ലീന. അപ്പൊ നമ്മൾ 5ലെ ടെക്സ്റ്റിനകത്ത് എന്ത് പഠിച്ചിട്ടുണ്ട്? വൈറസിനെ പറ്റിയിട്ടും ബാക്ടീരിയയെ പറ്റിയിട്ടും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവയെ നമ്മൾ പറയുന്ന മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ സൂക്ഷ്മ ജീവികൾ എന്നായിരുന്നു. അപ്പം ഈ അമീബ ആണെങ്കിലും പാരമീസിയ ആണെങ്കിലും യുഗ്ലീന ആണെങ്കിലും എന്തിൽ പെടും? മൈക്രോ ഓർഗാനിസം അഥവാ സൂക്ഷ്മ ജീവികളിനകത്ത് ഉൾപ്പെടുന്നതാണ് ഇത് മൂന്നും. പക്ഷെ ഈ സൂക്ഷ്മ ജീവികളെ നമുക്ക് നമ്മുടെ ഡയറക്റ്റ് നേക്കഡ് ഐസ് ഉപയോഗിച്ച് കാണാൻ പറ്റുമോ? അതായത് നമ്മുടെ നഗ്ന നേത്രങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൾ ഉപയോഗിച്ച് നമുക്ക് ഈ ജീവികളെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ എന്ത് നമ്മൾ യൂസ് ചെയ്തത്? മൈക്രോസ്കോപ്പ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പൊ മൈക്രോസ്കോപ്പിന്റെ ഉപയോഗം എന്തുവാന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതുപോലെയുള്ള സൂക്ഷ്മ ജീവികളെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരുപാട് ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഉറുമ്പിന്റെ ആണെങ്കിലും അമീബയുടെ ആണെങ്കിലും അതുപോലെ തന്നെ വലിയ മൃഗങ്ങളുടെ ആണെങ്കിലും എല്ലാം ശരീരത്തിനകത്ത് എന്ത് നടക്കുന്നുണ്ട്? ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഇതിന് സഹായിക്കുന്ന ഒരു ഘടകമാണ് സെൽസ് അഥവാ കോശങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്തത് സെൽ എന്തുവാണെന്ന് നോക്കാം. ദ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി സ്മോൾ യൂണിറ്റ്സ്. Even the body of the tiny ant is made up of thousands of such small units. These small unit of the body are called cells. അതായത് ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ചെറിയ ചെറിയ ഘടകങ്ങൾ ചേർന്നിട്ടാകാം. ഹ്യൂമൻസിന്റെ ആണെങ്കിലും അതുപോലെ ആനിമൽസ് അഥവാ മൃഗങ്ങളുടെ ആണെങ്കിലും ഇനി മൈക്രോ ഓർഗാനിസം അതായത് സൂക്ഷ്മ ജീവികളുടെ ആണെങ്കിലും ശരീരം എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? ചെറിയ ചെറിയ ഘടകങ്ങൾ ചേർന്നിട്ടാണ്. നമ്മൾ പഠിച്ചായിരുന്നു നമ്മുടെ നേക്കഡ് ഐസ് വെച്ച് കാണാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ജീവി ഏതാണ്? ആന്റ് അല്ലെങ്കിൽ ഉറുമ്പാണെന്നുള്ളത്. അപ്പൊ ആ ഉറുമ്പിന്റെ ആണെങ്കിൽ പോലും ശരീരം ഒരുപാട് അതായത് ആയിരക്കണക്കിന് ചെറിയ ഘടകങ്ങൾ ചേർന്നിട്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ ചെറിയ ഘടകങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോശങ്ങൾ അഥവാ സെൽസ് എന്ന് പറയുന്നത്. അതായത് ഹ്യൂമൻസിന്റെ ആനിമൽസിന്റെ മൈക്രോ ഓർഗാനിസത്തിന്റെ എല്ലാം ശരീരം ചെറിയ ഘടകങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ചെറിയ ഘടകങ്ങളെയാണ് നമ്മൾ സെൽസ് അഥവാ കോശങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഹ്യൂമൻസിന്റെ ആണെങ്കിലും ആനിമൽസിന്റെ ആണെങ്കിലും ബോഡി എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? സെല്ലുകൾ അഥവാ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷെ ചില ജീവികളുടെ ശരീരത്തിൽ ഒരൊറ്റ സെല്ലേ കാണത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ജീവികളെ നമ്മൾ എന്ത് പറയും? യൂണിസെല്ലുലാർ ഓർഗാനിസം അഥവാ ഏകകോശ ജീവികൾ. ആ പേരിൽ തന്നെ ഉണ്ട് യൂണിസെല്ലുലാർ അല്ലെങ്കിൽ ഏകകോശം, ഒരൊറ്റ കോശം അല്ലെങ്കിൽ ഒരൊറ്റ സെല്ലുള്ള ജീവികളെ പറയുന്ന പേരാണ് എന്ത്? യൂണിസെല്ലുലാർ ഓർഗാനിസം അഥവാ ഏകകോശ ജീവികൾ. നമ്മൾ കഴിഞ്ഞ എക്സ്പെരിമെന്റിനകത്ത് പഠിച്ചായിരുന്നു. നമ്മൾ ആ വൈക്കോലിലെ വെള്ളം മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ അമീബിയ പിന്നെ യുഗ്ലീന പാരമീസിയ തുടങ്ങിയ ജീവികളെ കാണുമെന്ന്. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ബാക്ടീരിയ ഒക്കെ മൈക്രോ ഓർഗാനിസത്തിൽ പെടുന്നതാണെന്ന്. അപ്പം ഈ മൈക്രോ ഓർഗാനിസത്തിൽ പെടുന്ന ബാക്ടീരിയ അതുപോലെ യുഗ്ലീന പാരമീസിയം അമീബ തുടങ്ങിയ ജീവികളാണ് എന്തിന് എക്സാമ്പിള്? യൂണിസെല്ലുലാർ ഓർഗാനിസം അല്ലെങ്കിൽ ഏകകോശ ജീവികൾക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അതിന് ഒരൊറ്റ കോശമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതെല്ലാം യൂണിസെല്ലുലാർ ഓർഗാനിസത്തിനകത്ത് വരുന്നത്. അപ്പൊ വൺ സെല്ലുള്ളതിനെ നമ്മൾ യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറയും. അപ്പൊ ചില ജീവികളുടെ ശരീരത്തിൽ എന്തുണ്ട്? ഒന്നിലധികം സെൽസ് ഉണ്ട്. നമ്മൾ പഠിച്ചു മുമ്പേ ആന്റ് അതായത് ഉറുമ്പിന്റെ ശരീരത്തിലാണെങ്കിൽ പോലും എന്തുണ്ട്? ആയിരക്കണക്കിന് സെല്ലുണ്ടെന്ന്. അപ്പം ഒരു സെല്ലിൽ കൂടുതൽ അതായത് ഒന്നിലധികം സെല്ലുകളുള്ള ജീവികളെ നമ്മൾ എന്ത് പറയും? മൾട്ടി സെല്ലുലാർ ഓർഗാനിസം അഥവാ ബഹുകോശ ജീവികൾ എന്ന് പറയും. അതായത് ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളെ നമ്മൾ എന്ത് പറയും? മൾട്ടി സെല്ലുലാർ ഓർഗാനിസം അഥവാ ബഹുകോശ ജീവികൾ. അപ്പൊ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം അഥവാ ബഹുകോശ ജീവികൾക്ക് എക്സാമ്പിൾ ആണ് ഏത്? ഹ്യൂമൻസ് മനുഷ്യരും, ആനിമൽസ് മൃഗങ്ങളും, പ്ലാന്റ്സ് സസ്യങ്ങളും. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ച എന്തുവായിരുന്നു? യൂണിസെല്ലുലാർ ഓർഗാനിസം ആയിരുന്നു. അതിന് എക്സാമ്പിൾ ആണ് അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ തുടങ്ങിയവ. ഇനി നമ്മൾ രണ്ടാമത് പഠിച്ച ഏതാണ്? മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. അതായത് ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളെയാണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം അഥവാ ബഹുകോശ ജീവികൾ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ആനിമൽസ്, ഹ്യൂമൻസ്, പ്ലാന്റ്സ് തുടങ്ങിയവ. അപ്പം നമ്മളിപ്പോ സെൽസ് എന്തുവാന്നും പഠിച്ചു, പിന്നെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസവും യൂണിസെല്ലുലാർ ഓർഗാനിസവും പഠിച്ചു.